എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. ആദ്യമായിട്ടൊക്കെ ബിരിയാണി വെക്കുന്നവർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബട്ടർ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1/2 കിലോ ബോൺലെസ് ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ലപോലെ തന്നെ കഴുകി അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പച്ചമുളക് ചെറിയതായിട്ടൊന്ന് മിക്സിയിൽ ഞാൻ അരച്ചിട്ടെടുത്തതാണ്. ഒരുപാടങ്ങ് അരിഞ്ഞു പോയിട്ടില്ല. ഇതുപോലെ ചെറിയതായിട്ട് നമ്മളൊന്ന് കറക്കിയിട്ടെടുത്താൽ മതി. അപ്പോൾ 1 ടീസ്പൂൺ അളവിൽ പച്ചമുളക് ഇതുപോലെ അരച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവുണ്ടാവത്തില്ല. കൂടാതെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നാരങ്ങ നീരും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ ഒരുപാട് പുളിയില്ലാത്ത ഇതുപോലെ കട്ട തൈരും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് വീഡിയോയിലായതുകൊണ്ട് മാത്രം ഒരു 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യുന്ന സമയത്ത് ചേർക്കണമെന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ ഒരു ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ ഒരു മസാലയൊക്കെ ആ ഒരു ചിക്കനകത്ത് നന്നായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മളൊരു അരമണിക്കൂർ നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയതായിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. ഇനി ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഈ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്റ്റീൽ പാത്രം ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു ചാർക്കോൾ കത്തിച്ചതോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചിരട്ട കത്തിച്ചിട്ട് ആ ഒരു കനലോ ഇതിലേക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് സ്വല്പം ഓയിലും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് പുക വരും. എന്നിട്ട് ഈ മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു ചിക്കൻ ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഒരു പാത്രം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാനൊരു സ്വല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സവാള ഇതുപോലെ കനം കുറഞ്ഞത് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. ഈ ഒരു സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സാധാരണ നമ്മൾ ലാസ്റ്റ് ബിരിയാണിക്കകത്തിടാൻ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ സവാള ഇവിടെ നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കിലോ ബസുമതി റൈസ് ആണ് കേട്ടോ എടുക്കുന്നത്. ഇതുപോലെ നീളത്തിലുള്ള അരി തന്നെ നമ്മൾ എടുക്കുക. 1/2 കിലോ ബസുമതി റൈസ് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ കഴുകിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ ഒരു അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. നമ്മൾ അരി വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഇതുപോലെ വലിപ്പമുള്ളൊരു പാത്രം തന്നെ എടുക്കുക. ഈ ഒരു റൈസ് നമ്മൾ വേവിച്ചിട്ടെടുക്കുന്നത് വെള്ളം വറ്റിച്ചിട്ടല്ല കേട്ടോ. കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. കറക്റ്റ് വേവായി വരുമ്പോഴത്തേക്ക് നമ്മൾ അരിപ്പിലേക്ക് വെള്ളം ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വെള്ളത്തിലേക്ക് ഞാനൊരു 4 ഗ്രാമ്പും ഇതുപോലെ ചെറിയ 2 കറുവപ്പട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തക്കോലും ഒരു 4 ഏലക്കായും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചോറ് വെന്തതിന് ശേഷം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ ഒരു സ്പൈസസ് എല്ലാവരും ചോറിനകത്തുനിന്ന് അങ്ങ് എടുത്ത് കളയേണ്ടതാണ്. കാരണം നമ്മൾ ചിക്കനകത്തും കുറച്ച് കറുവപ്പട്ടയും ഗ്രാമ്പും ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് വെന്തതിന് ശേഷം നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ഈ ഒരു സ്പൈസസ് എല്ലാം എടുത്തൊന്ന് മാറ്റുക. ഒരു ബേലീവ്സും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതുപോലൊരു പകുതി നാരങ്ങ പിഴിഞ്ഞതും കൂടെ നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സ്വല്പം ഒന്ന് മുന്നിട്ട് തന്നെ നിൽക്കണം. എങ്കിലേ ലാസ്റ്റ് ആ ഒരു ചോറിന് കറക്റ്റ് ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നല്ലപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരണം. ആ ഒരു സമയത്ത് വേണം നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം ഇതുപോലെ നല്ല വെട്ടി തിളച്ച് കിടക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അരമണിക്കൂർ നേരം കുതിരാൻ വെച്ചിരുന്ന അരി വീണ്ടും ഒന്നും കൂടെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. അരി മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മൾ ഈ ഒരു അരി ഒന്ന് വേവിച്ചിട്ടെടുക്കുന്നത് ഒരു 90% വേണം നമ്മൾ അരി വേവിച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് നമ്മളിതൊരു 10 മിനിറ്റ് ദമ്മിൽ വെക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് കറക്റ്റ് ഇരുന്നത് വെന്തോളും. അപ്പോൾ ഒരു 90% തന്നെ നമ്മൾ അരി ഒന്ന് വേവിച്ചിട്ടെടുക്കുക. എന്നാലും ഏകദേശം ഒരു 8-9 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ അരി നമുക്കൊരു 90% തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അരി നമുക്കൊരു 90% ഇവിടെ നിന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഡയറക്റ്റ് ഊറ്റി വെള്ളം കളയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവിയിൽ കോരി അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാത്രത്തിന് അധികം ചൂടും ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ബട്ടർ അങ്ങ് കരിഞ്ഞു പോവും. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കറുവാപ്പട്ടയും ഒരു 2 ഗ്രാമ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ഏലക്കായും ഇതുപോലെ ചെറിയൊരു തക്കോലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബേലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ട് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ചോപ്പറിലേക്കോ അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കറക്കിയിട്ട് ഇതുപോലെ ഒന്ന് എടുത്താലും മതി. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഈ ഒരു സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 4-5 മിനിറ്റോളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ ഒന്ന് കുറച്ചിട്ടിട്ട് നന്നായിട്ട് ഇനി ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. സവാളയുടെ ആ ഒരു പച്ചച്ചവയൊക്കെ മാറി ഈ ഒരു കളറിൽ നിന്ന് മാറിയിട്ട് ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇനി ഒരു 4-5 മിനിറ്റോളം ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാള ഞാനൊരു 4-5 മിനിറ്റോളം ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു ചുവയൊക്കെ മാറി ഇതുപോലെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 മീഡിയം വലിപ്പമുള്ള തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചിട്ടെടുത്താണ്. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു തക്കാളി അരച്ചതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. തക്കാളി ഒരു 1-2 മിനിറ്റോളം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവ് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ തന്നെ ഇനി ഒരു 3-4 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയുടെ ഒക്കെ ആണെങ്കിൽ ഒരു വെള്ളമയൊക്കെ മാറിയിട്ട് നന്നായിട്ട് തക്കാളിയുടെ ആ ഒരു ചുവ മാറണം, പൊടികളുടെ ആ ഒരു ചുവയൊന്ന് മാറി കിട്ടണം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. സ്വല്പം മുഴുവനായിട്ടുള്ള കുരുമുളക് നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓപ്ഷണൽ ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളമാണ്. വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര് പിഴിഞ്ഞിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു അരമുറി നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മൂടി വെച്ചൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതൊരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ മൂടി തുറന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം ഒരു സ്വല്പം കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കാണ് കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ കസൂരി മേത്തിയാണ്, അതായത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണിത്. അതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഈ ഒരു ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഞാനിത് ഇളക്കിയിട്ടെടുക്കുകയാണ്. ചിക്കൻ നമ്മൾ ചെറിയതായിട്ടല്ലൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരു 8-9 മിനിറ്റോളം തന്നെ നമ്മളിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം കേട്ടോ. ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് തുറന്ന് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മൂടി തുറന്നൊന്ന് നോക്കുകയാണ്. അപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തതാണ്. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് അളവിൽ പുതിന ഇല ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു പുളി നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്കൊരു സ്വല്പം കൂടി നാരങ്ങാനീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മൾ ഇതുപോലെ ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഒരു സവാള ഇതുപോലെ നമുക്കൊന്ന് വെതറിയിട്ട് കൊടുക്കാം.
ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു 90% തന്നെ വേവിച്ചിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ചോറ് ഫുള്ള് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു സ്വല്പം പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലൊന്ന് കലക്കിയിട്ടെടുത്താണ്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു സ്വല്പം ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊന്ന് ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് ഓറഞ്ച് ഫുഡ് കളറും കൂടെ ഞാൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബിരിയാണി മസാല ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഹോം മെയ്ഡ് ആണെങ്കിലും റെഡിമെയ്ഡ് ആണെങ്കിലും കുഴപ്പമില്ല. ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി മസാല നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെതറിയിട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം മല്ലിയിലയും സ്വല്പം പുതിനയിലയും കൂടി ഇതുപോലെ ഒന്ന് വെതറിയതിന് ശേഷം നമ്മൾ തീ നന്നായിട്ട് ഇതിനൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതൊരു മൂടി വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമ്മളിതൊന്ന് ദമ്മിൽ വെക്കുക. ഇതുപോലെ നോൺ സ്റ്റിക്ക് പാത്രത്തിൻ്റെ ഹോളുള്ള മൂടിയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളൊരു അലുമിനിയം ഫോയിൽ എന്തെങ്കിലും വെച്ച് ആ ഒരു ഹോളൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. നമ്മളിത് ദമ്മിൽ വെക്കുന്ന സമയത്ത് തീ നന്നായിട്ട് തന്നെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങ് അടി പിടിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഒരു ബട്ടർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈയിടെ നമ്മളൊരു സുർബിയാൻ ബിരിയാണി ചെയ്തിരുന്നു. ആ ഒരു ബിരിയാണി പോലെ തന്നെ ഇത് നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ടൊക്കെ ബിരിയാണി തയ്യാറാക്കുന്നവർക്ക് പോലും വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ ബിരിയാണി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ഒരു സലാഡും പിന്നെ നമ്മൾ ബിരിയാണിക്കൊക്കെ വിളമ്പുന്ന ഒരു തേങ്ങാ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ബട്ടർ ചിക്കൻ ബിരിയാണിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.